വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ഞെട്ടലിലാണ് എല്ലാവരും. എന്താണ് ഈ അരുംകൊലയിലേക്ക് നയിച്ചത്? അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 25 കിലോമീറ്റർ അകലങ്ങളിൽ 3 വീടുകളിലെത്തിയാണ് 23-കാരൻ അഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. കൊല്ലപ്പെട്ടവരെല്ലാം അഫാൻ്റെ ഉറ്റവരും. അഫാൻ്റെ മുത്തശ്ശി, പിതാവിൻ്റെ സഹോദരനും ഭാര്യയും, അനിയൻ, പെൺസുഹൃത്ത് എന്നിവരെയാണ് പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അഫാനയുടെ പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം എതിർത്തതാണോ കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 3 സ്റ്റേഷൻ്റെ പരിധിയിലാണ് കൊലപാതകങ്ങൾ നടന്നത്. ഓരോ പ്രദേശത്തെയും കൊലപാതകങ്ങൾ വെവ്വേറെ അന്വേഷിക്കുകയാണ് പോലീസ്. സംഭവത്തെക്കുറിച്ച് പൊതുപ്രവർത്തകൻ ബിനു എസ് നായർ കലാകൗമുദിയോട് സംസാരിക്കുന്നു. ഈ പയ്യന്റെ ഈ മോട്ടിവേഷൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മുടെ ഒരു കാര്യം കഞ്ചാവ് കേസ് വല്ലതും ആണോ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ചിലപ്പോ ഒരു കൊലപാതകം ചെയ്ത് അത് ഒരു സ്ഥലത്താണ് ഓക്കെ, ഇത് ഒരു സ്ഥലത്ത് ചെയ്തു, അടുത്ത സ്ഥലത്ത് വന്നു, 3ാമത്തെ സ്ഥലത്ത് വന്നു. അതെ, ഇവൻ നേരത്തെ എന്തെങ്കിലും നാട്ടിലെ തിരക്കാണ്. പക്ഷേ നമുക്ക് രാത്രി കിട്ടിയ ഒരു ന്യൂസ്, ഇവർ രാത്രി വീട്ടിൽ പോവാറുണ്ടെന്നാണ് അറിവുണ്ട്. രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പോകാറുണ്ടോ? വീട്ടിൽ നിന്ന് പോവാറുണ്ട്. ലേറ്റായാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയ ഒരാള് പറഞ്ഞതാണ്. അത് തന്നെ. അപ്പൊ ഒരു സംശയം, ഇവൻ ഈ രാത്രി വൈകുമ്പോ വീട്ടുകാരെന്താ ചോദിക്കുമ്പോ ഉള്ള മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു? വീട്ടിലൊക്കെ ഇതുപോലത്തെ അപകടകാരി ആയിരുന്നിട്ടുണ്ടായിരിക്കും. അവൻ പുറത്തുനിന്ന് മാന്യനാണെങ്കിലും വീട്ടിനകത്ത് പ്രശ്നക്കാരനായിരുന്നിരിക്കും അല്ലേ? ആയിരിക്കും. അതോ ഇനി അവന് കാമുകി ഉണ്ടായിരുന്നല്ലോ, കാമുകിയുടെ കാണാനായിട്ടുള്ള പോകുന്ന രീതിയിലായിരുന്നോ? ഇല്ല. അത് ശരി. അപ്പൊ ഇവന്റെ ഈ ഒരു ഇവൻ നാട്ടുകാരുമായിട്ടൊക്കെ എങ്ങനെയാണ്? അങ്ങനെ വലിയ അടുപ്പമുള്ള പയ്യനല്ലെന്നാണ് പറയുന്നത്. മനസ്സിലായി. ഈ സംഭവം വീട്ടിൽ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിയാമോ? സാമ്പത്തിക അവർക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഒരു കാര്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവൻ സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവും. ഇവന് കിട്ടാത്തതുകൊണ്ടുണ്ടായ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഈ പറയുന്നത് പോലെ. ഇവന് വേണ്ടിയുള്ള പൈസക്ക് അത് ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കഞ്ചാവ് എന്തെങ്കിലും മയക്കുമരുന്നിന് വേണ്ടിയിട്ടുള്ള പൈസയാവാം. അതെ, അങ്ങനെയാവാം. പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയാറ്. കാരണം തൊട്ടടുത്തുള്ളവർക്ക് ഒരു അഭിപ്രായമില്ല ഇതിനെ സംബന്ധിച്ച്. ഇല്ല. അത് ശരി. അപ്പൊ വീട്ടിനകത്ത് വഴക്ക് നടക്കുന്നതായിട്ട് എന്തെങ്കിലും അയൽവാസിയൊക്കെ എന്തെങ്കിലും? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അല്ല, ഇതിനു മുമ്പ് വല്ല വഴക്ക് നടക്കുകയോ അല്ല ഉറക്കെ സംസാരം നടക്കുകയോ? അതിനെ കുറിച്ചൊരു ധാരണയില്ല. എല്ലാവരും മാന്യമായി ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഇത് ഈ പയ്യൻ ഈ പെണ്ണിനുമായി വന്നപ്പോഴത്തേക്ക് അവർ സ്വീകരിക്കാൻ തയ്യാറായി കാണൂല. പൈസയൊക്കെ ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തായി പോയിട്ടുണ്ട്. അമ്മമ്മേടെ അടുത്ത് പോയിട്ടുണ്ട്, പൈസയ്ക്കും കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ പോയിട്ടുണ്ട്. അതിനവരെതിര് നിന്ന് കാണും. ഇപ്പുറത്ത് അതേപോലെ എതിർപ്പ് പ്രകടിപ്പിച്ച് കാണും. ഇന്നലെയാണോ പെൺകുട്ടിയെ വിളിച്ചോണ്ട്? ഇന്നലെയാണ് പെൺകുട്ടി പോകുന്നത്. ഇന്നലെയാണ് പെൺകുട്ടി ട്യൂഷൻ എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പൊ ഇന്നലെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയുള്ള വരവായിരുന്നിരിക്കാം. അപ്പൊ അത് നടക്കാതെ വന്നപ്പോ അതിനകത്തുള്ള ക്രൂരത ഇവർ ശേഖരിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഇതുപോലെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ പിന്നെ പക്ഷേ ഒരു കാര്യം, അവൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ശ്രമിച്ചോ? അതെ, അവര് ഒരുപക്ഷം കുടിച്ചല്ലോ. അതെ എന്ന് പറയുന്നു. അതായിരിക്കും. അത് ശരി. അപ്പൊ എല്ലാം കൂടെ ഒരു പക്ഷെ എന്നാലും ഇവന്റെ ഈ ചിറ്റപ്പനെയൊക്കെ കൊല്ലണം എന്നുള്ളൊരു കാര്യം ഈ പ്രണയത്തിന് എതിര് നിന്നതാണോ? ആണല്ലയോ? പ്രകടിപ്പിക്കുമല്ലോ. സാധ്യത. അവർക്ക് ഇന്നലെ അവർക്ക് ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ട്. അവന്റെ ഉമ്മയ്ക്ക് അവര് കുറച്ച് മൊഴികളെങ്കിലും പോലീസിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്ത് കിട്ടുന്നില്ല. മനസ്സിലായി. അതെ അല്ലേ. അപ്പൊ ഈ പയ്യൻ നാട്ടില് വേറെ എന്തെങ്കിലും ബിസിനസ് വല്ല നടത്തിയിരുന്നോ? ഗൾഫിലായിരുന്നു. ഗൾഫിൽ അച്ഛന്റെ കൂടെ ആയിരുന്നു അല്ലേ? അല്ലാതെ തന്നെ അവര് പോയതാണ്. അത് ശരി. അല്ല, അച്ഛനും പറയുന്നുണ്ട് ഇതുപോലെ സാമ്പത്തികമായിട്ട് പുള്ളി അങ്ങനെ ഒരു സംഭവം വലുതായിട്ടുണ്ടോ എന്നുള്ള കാര്യം പുള്ളിക്കും അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ വരാൻ സാമ്പത്തിക പ്രശ്നം
പറഞ്ഞതുപോലെ തന്നെ അല്ലാതെ വരാൻ സാധിക്കില്ല. അത് ശരി. ഇവനെ അന്വേഷിച്ച് ആരെങ്കിലും ദുരൂഹമായിട്ട് ഇവന്റെ നാട്ടിൽ വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് അറിയാമോ? ഇല്ല. അപ്പൊ ഇവൻ ഈ ദുരൂഹമായിട്ട് രാത്രി കാലങ്ങളിൽ പുറത്തു പോകുന്നു എന്നുള്ളതാണ് അറിയാവുന്നത് അല്ലേ? പുറത്തു പോകുന്നത് ഇന്നലെ വളരെ വൈകി നമ്മൾ അറിഞ്ഞതാണ് ഇന്നലെ. എല്ലാ ദിവസങ്ങളിലും രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് അല്ലേ? മിക്കവാറും രാത്രി പോകാറുണ്ട്. അപ്പൊ അവൻ എന്തെങ്കിലും വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കാണും എന്നാണ് നാട്ടുകാരുടെ മനസ്സിലായി. അല്ലെങ്കിൽ ഒരു മനുഷ്യനിങ്ങനെ ചെയ്യാൻ പറ്റൂല ഈ പ്രവൃത്തി. കൊച്ചു പയ്യനല്ലേ. ഇവൻ പിടിക്കപ്പെട്ട സമയത്ത് ഇവൻ ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് എന്തെങ്കിലും പോലീസ് പിടിക്കപ്പെട്ടതല്ല, ഇവൻ പോലീസ് അതെ സൺഡേ സമയത്ത് ഇവൻ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് പോലീസ് വിവരം തരുന്നില്ല. മെഡിക്കൽ കോളേജ് റിപ്പോർട്ടൊക്കെ വാങ്ങിയാലേ അറിയാൻ പറ്റും. പിന്നീട് മനസ്സിലായി. കാരണം പോലീസിന് കർശന ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരൊക്കെ വന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായ വിവരണം കിട്ടാതെ കൊടുക്കണ്ടെന്നുള്ളതായിരിക്കും. മനസ്സിലായി. അപ്പൊ ഇത് ബോഡി ഇനിയിപ്പോ ഇൻക്വസ്റ്റിന് ഇറങ്ങി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരും അല്ലേ? പോസ്റ്റ്മോർട്ടത്തിന് ബോഡി. അതെ. ശരി. ഓക്കെ, താങ്ക് യു.